ബിഗ് ബോസിൽ ചൈനീസ് ചീത്തവിളി, തപ്പാനിക്ക് രാത്രിയിൽ പണി കൊടുത്ത് അനുമോൾ, ജയിലിന് പുറത്ത് അക്ബർ ഗ്രൂപ്പിന്റെ പ്രകൃതിയായ ഡാൻസ്. വെൽക്കം, നമസ്കാരം. നമുക്ക് ഇന്നത്തെ ബിഗ് ബോസിലെ ചില വിശേഷങ്ങളാണ്. തെറി പറയാൻ ഇത്രയും ഉളുപ്പില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചിന് പക്വതയില്ലാത്ത ഒരു കുട്ടിയാണ് റന ഫാത്തിമ. 19 വയസ്സുകളെന്ന് പറഞ്ഞു, പക്ഷെ ഒരു 50 വയസ്സിന്റെ സംസാരവും. നമ്മളൊക്കെ പറയല്ലേ, വീട്ടിൽ വളർത്തണമെങ്കിൽ എന്തോ ഏക്കും ചെല്ലും അവിടെ വളർത്തണമെന്ന്. ആ കുട്ടിയെ അഴിഞ്ഞാടും ഒരു രീതിയാണ് ബിഗ് ബോസിൽ കാണുന്നത്. മറ്റുള്ളവരൊക്കെ പറഞ്ഞ പ്രായം കൊണ്ടാണെന്ന് കരുതാം. ഇത് എന്ത് വേർഡ്സ് ആയിരിക്കും. ചീവീടെന്നാണ് ബിഗ് ബോസിൽ വിളിക്കുന്നത്. ബിഗ് ബോസിലെ ചീവീടാണ് റന ഫാത്തിമ. പിന്നെ ചൈനീസ്, അതായത് ബിന്നി ചൈനയിൽ പോയാണല്ലോ മെഡിസിൻ പഠിച്ചത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ചീത്ത വാക്ക് ബിന്നി അനുമോക്ക് ഈ പിന്നെ റനയ്ക്കും ഒക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേർഡ് അനുമോക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും ബിന്നി പറയും. അനുമോക്ക് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ചെന്ന് ഭയങ്കരമായ ടോർച്ചറിങ് ആണ് അവിടെ നടക്കുന്നത്. അക്ബർ ഗ്രൂപ്പ്, ജിസേലിന്റെ ഗ്രൂപ്പ് എന്ന് വേണ്ട 3 ഗ്രൂപ്പുകളാണ് ഇപ്പം ബിഗ് ബോസിനുള്ളിൽ. പൂരാ ഇങ്ങനെ തെറിയും മറ്റു കാര്യങ്ങളുമാണ്. അനുമോളും അനീഷും എടുത്ത നിലപാട് തെറ്റായതുകൊണ്ടാണല്ലോ ഇവർ ജയിലിൽ പോയത്. അപ്പൊ ജയിലിലെ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് അപ്പാനി ശരത്തും അല്ലെങ്കിൽ അഭിലാഷും മറ്റുള്ളവരും ഒക്കെ പറയുന്നത്. നിനക്കിത് കുറഞ്ഞു പോയി. ഇതൊന്നും അല്ല കാര്യം. ഒനിയിൽ കിടന്നപ്പം കടുത്ത ശിക്ഷയാണ് ജയിലിൽ കിട്ടിയത്. ഒരു ഒരു ക്ലോക്ക് ടൈം മണിയടിച്ചിട്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ എഴുതി വെക്കണ സമയം. അങ്ങനെ ഒരു അവർ രാത്രി ടയർഡായി പോയി. ഒരു ഭയങ്കര ശിക്ഷയായെന്ന് വേണം അത് പറയാൻ. രാത്രി മൊത്തം എഴുന്നേറ്റിയപ്പോൾ 2 മണിയായപ്പോഴത്തേക്ക് അവർ ഉറങ്ങിപ്പോയ ഒരു സംഭവമാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഇത് കുറഞ്ഞ ശിക്ഷയാണ്. എന്നാലും ഇവരൊക്കെ വെളിയിൽ നിന്നിങ്ങനെ ഒരു ബുള്ളിങ്ങാന്ന് വേണം പറയാൻ. അപ്പം ഈ ആകെപ്പാടെ ഡെസ്പായിട്ട് അനുമോള് എങ്ങനെ ഇരിക്കുവാണ്, അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. കരച്ചിലിന്റെ ഉസ്താദാണ്. ഈ നമ്പരാണോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇതിന്റെ ഒരു നേച്ചറാണ്. എപ്പോഴും കരയുന്ന ഒരു ബിഗ് ബോസിന് എന്തൊക്കെ ഇതിനകത്ത് കരച്ചിലും വഴക്കും ചീത്തവിളിയും ഉള്ളൂ. ഇതിനകത്തിലെ വൈൽഡ് കാർഡ് 2-3 നല്ല കണ്ടസ്റ്റൻസ് വെളിയിൽ നിന്ന് കയറിയാലേ ഇവരുമായിട്ട് പൊരുതി ബിഗ് ബോസിന്റെ ഒരു നേരെ ചൊവ്വയോട് പോക്കകത്തുള്ളൂ. ഇപ്പോഴത്തെ രീതി പോയി കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് കാണാത്ത ശരത്ത് നോക്കിയാണ് അപ്പാനി ശരത്തൊന്നും ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് ഫുള്ള് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അവരൊക്കെ എന്ത് വന്ന് കിടന്ന് ഓരോ എന്താ പറയണ്ടേ. എന്തായാലും ശരി, ചീത്തവിളി അനുമോള് വിളിക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഈ ചൈനീസ് പദപ്രയോഗം നടത്തുന്നുണ്ട്. എന്തായാലും ശരി, ചീത്തവിളിയാണ് ഇന്നത്തെ മെയിൻ വിഷയമായിട്ട് വരുന്നത്. ചൈനീസ് ചീത്തവിളി, നാടനല്ല. അതിന്റെ മലയാളം കേട്ട് കഴിഞ്ഞാൽ ജയിലിലല്ല എവിടെ കിടന്നാലും ജയില് പൊളിച്ചു വന്ന് അടിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് നമുക്കറിയത്തില്ല. എന്തായാലും ശരി, അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അനീഷ് ഇത്ര ക്രൂരനാന്ന് പറഞ്ഞു. ഈ കരയുന്ന സമയത്തൊക്കെ അനുമോളെ, ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങൂ, എല്ലാം മറന്നേക്കൂ, എല്ലാം ടാസ്കിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസം. ഈ സ്ഥാനത്ത് അനുമോളും ജിസയിലും കൂടാണ് വരുന്നതെങ്കിൽ ജയിലിൽ മിക്കവാറും വല്ലതൊക്കെ നടന്നേരും. ഏതായാലും ശരി, ജിസയിൽ പോകേണ്ടിടത്താണ് അനുമോളും ജിസയിലുമാണ് ആക്ച്വലി പോകേണ്ടത്. അനീഷല്ല പോകേണ്ടത്. അനീഷിനോടുള്ള പക ഒരു കുടിപ്പക മാതിരി ആത്മം വളർന്നിക്കുകയാണ് ഷാനവാസ് ഗ്രൂപ്പിട്ട്. അപ്പൊ അതിന്റെ കളികളാണ് അനീഷ് പോകാൻ കാര്യം. ശരിക്കും ജിസയിലായിരുന്നു പോകേണ്ടത്. അത് ബിഗ് ബോസിന്റെ ഈ വോട്ടിങ്ങിലെ വന്ന ഒരു ഗ്രൂപ്പിസം കളി കൊണ്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ പോകേണ്ട ജിസയിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ രേണുസുതിയൊക്കെ പിന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറയുന്നുണ്ട്, അക്ബറിനെ നോമിനേറ്റ് ചെയ്ത് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ചോദിച്ചാൽ മിണ്ടാത്തത് കൊണ്ടാണ്. എന്ത് ചോദിച്ചാലും മിണ്ടാത്ത സ്വഭാവം അനീഷിന്റെ. അതൊക്കെ ഇനിയും ജയിലിൽ നിന്ന് വരുമ്പോൾ മാറും. സെക്കൻഡ് ടൈമാണ് പുള്ളി ജയിലിൽ കിടക്കുന്നത്. മറ്റൊരു പ്രശ്നം അവിടെ നടന്നേക്കുന്ന ജിസേലിന്റെ പേരിലുള്ള ഇതാണ് അക്ബർ ഗ്രൂപ്പ്.
ഈ ജയിലിലെ ഉള്ളിൽ കിടക്കുമ്പോഴും അവർക്ക് അവരുടെ ശിക്ഷ കൊടുത്ത് വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒത്തിരി ഉപദ്രവിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കിടന്ന് ലേലുവല്ലോ ലേലുവല്ലോ എന്നും പറഞ്ഞ പാട്ട് അക്ബർ ഗ്രൂപ്പിന്റെ ഫാത്തിമയുടെ ഡാൻസ്, ആ കുട്ടിക്ക് ഒരു കുത്തഴിഞ്ഞ ഒരു സ്വഭാവമാണ്. ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ നന്നാവുന്നു, എങ്ങനായി തീരും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ എന്തായാലും ശരി, ഡാൻസും കുത്തുമായിട്ട് അതങ്ങനെ ഒരു സൈഡിൽ. ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പാനി ശരത്തിന് അനുമോള് പണി കൊടുത്തു. എങ്ങനെന്നല്ലേ അത് രഹസ്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ശൈത്യ എടുത്താന്ന് തോന്നുന്നു പറയുന്നത്, എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇവിടുന്ന് വയറിളക്കമാണെന്ന് പറയും. അന്നേരം എനിക്ക് വയറിന് പ്രശ്നമാണെന്ന് പറയും. അന്നേരം ക്യാപ്റ്റൻ ആണല്ലോ ശരത്ത് പോയി ജയില് തുറന്നു കൊടുക്കണം, എത്രയും പോകാൻ. ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞാലും ബിഗ് ബോസും പറഞ്ഞു കൊടുത്ത് തുറന്നു കൊടുക്കണം. അപ്പം പല പ്രാവശ്യം അപ്പാനി ശരത്തിന് അവള് തന്ത്രത്തോടെ കളിക്കുന്നെന്നുള്ളതാണ് ജയിലിൽ കിടന്നിട്ട് പോയി. കാര്യം അപ്പാനി ശരത്തിന് നിർവാഹമില്ലാതെ വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കും ഒക്കെ തുറന്നു കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഒരു അടവായിരുന്നു. ഇവിടെ പോയി ബാത്റൂമിൽ പോയി ചുമ്മാ ഡാമ്പ് കാണിച്ചെങ്കിൽ പോരുമായിരുന്നു, വയറിളക്കമൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ വരെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതികളാണ് അവിടെ നടക്കുന്നത്. പിന്നെ ആര്യൻ ആണ് അനുവിന്റെ മേക്കപ്പ് സാധനം പോയെന്ന് പറഞ്ഞാൽ അത് ആര്യനാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലാലേട്ടൻ വരുത്തില്ല, എന്നാലും അതിന്റെ ഒരു ശിക്ഷ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറച്ചു വെച്ചു, ഒരു മോഷണമാണ് അവിടെ നടന്നത്. അതൊരു പരാജയം തന്നെയാണ് ആര്യന്റെ ഗ്രാഫ്. ഇന്നത്തെ വോട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞപ്പം ഏതാണ്ട് 78,000-ലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ആര്യന്റെ. 78,639. നൂറയും ആദിലയുമാണ് 1,24,118 സംതിങ് ആയിട്ടിരിക്കുന്നത്. ബിന്നിയാണ് 3-ാം സ്ഥാനത്തിരിക്കുന്നത്. അതിനുശേഷം അബി ഒനിയില്, പിന്നെ രേണുസുതിയുടെ കുറച്ച് താന്നിട്ടുണ്ട്, 91 ആയിട്ടുണ്ട് രാവിലെ ഇന്നലത്തെ ഒരു വോട്ടിംഗ് നില വെച്ച്. ആര്യനാണ് ഏറ്റവും മോശം. അപ്പോൾ ഇന്ന് എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരാളെ ഒരാളെ വിടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആരെ വിടും എന്നുള്ളതാണ് ഇന്നത്തില് വോട്ടിംഗ് ശതമാനം വെച്ച് പറയുകയാണെങ്കിൽ ആര്യനാണ്. പക്ഷെ ആര്യന്റെ ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിനകത്തെ നിലപാട് വെച്ച് വിടാൻ സാധ്യതയില്ല. അത് മാത്രം ബിഗ് ബോസ് അംഗങ്ങളല്ല തീരുമാനിക്കുക, ബിഗ് ബോസ് തീരുമാനിക്കുന്നത് ആരെ കളിപ്പിക്കണ്ട എന്നുള്ളത്. വോട്ടിംഗ് ശതമാനം ഒരു ഘടകമാണെങ്കിൽ പോലും വോട്ടിംഗ് ശതമാനം വെച്ച് ബിഗ് ബോസ് ഇന്ന് സത്യസന്ധമായി തീരുമാനം എടുക്കുകയാണെങ്കിൽ ആര്യം പുറത്താണ്. പക്ഷെ അത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.